ഹലോ, ഗുഡ് ഈവനിങ്. ഇത് വന്നിട്ട് നമ്മുടെ ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. ഈവനിങ് റുട്ടീൻ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആയിരിക്കത്തില്ല. രണ്ട് കുട്ടികളുണ്ടായതുകൊണ്ട് അവരുടെ രീതി അനുസരിച്ച് നമ്മുടെ റുട്ടീനും ഇങ്ങനെ മാറി മാറി ഇരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറുതായിട്ട് അവനെ ഒന്ന് പഠിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ബുക്കും പേപ്പറും ഒക്കെ എടുക്കുമ്പോൾ അവനത് അത്ര എന്താ പറയുക, നമ്മളിങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് പോലൊരു ഫീലിങ്സ് പല കുട്ടികൾക്കും അതുണ്ടാവും. അപ്പോൾ അതെന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ചോക്കിൻ്റെ കാര്യം അത് അവർക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. അപ്പോൾ അവർക്ക് ഭിത്തിയിൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഞാനത് രണ്ടുപേർക്കും കൊടുക്കും. ഒരാൾ പടം വരയ്ക്കുകയോ എഴുതുകയൊക്കെ ചെയ്യും, ഈ ആളും എൻ്റെ കൂടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അവന് കുറേയേറെ എഴുതാനിപ്പോൾ ഇഷ്ടമുണ്ട്. അപ്പോൾ അക്ഷരം പഠിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ കുട്ടികൾ കുറച്ച് രസമായിട്ട് ചെയ്യാൻ തോന്നി. ഇതിപ്പോൾ എന്നെ 6 എഴുതാൻ പഠിപ്പിക്കുകയാണ് കേട്ടോ. കുറേയേറെ എഴുതാനൊക്കെ അവൻ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അവന് ഷിയർ ചെയ്ത് കൊടുക്കുകയാണ്. അവൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ്, ചോക്കും ഭിത്തിയും കാണുമ്പോൾ ഉള്ളൊരു ഇൻട്രസ്റ്റ്, ബുക്കിനോട് അവൻ എന്തായാലും ഇങ്ങനെ നമ്മളെ തിരിച്ച് പഠിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ദാണ്ടെ ഒരു വാട്ടർമെലൺ ജ്യൂസിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. 2 പേരും ഉണ്ട്. അപ്പോൾ ആ വാട്ടർമെലൺ ജ്യൂസിലൊരു 3 കുഞ്ഞ് ഹോള് കണ്ടോ, അതൊക്കെ ഈ ഇരിക്കുന്ന കുഞ്ഞ് കൈയാണ് അതിൻ്റെ കാരണക്കാരൻ. ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല കേട്ടോ, എല്ലായിടത്തും കുട്ടികളുള്ളപ്പോൾ കണ്ടോ 3 ഹോൾസ് അതിനകത്തും ഉണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞ് കൈയാണ് അതിൻ്റെ കാരണക്കാരൻ. അപ്പോൾ നമ്മളിത് വെറുതെ കഴിക്കാനല്ല, ജ്യൂസ് അടിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ജ്യൂസർ കഴുകി വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പണിയായതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരും എടുക്കാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് കൊടുക്കേണ്ടുന്ന സമയം ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ ആ സമയപ്പോഴത്തേക്ക് ജ്യൂസർ എടുത്ത് വെച്ച് കുറച്ച് കാര്യമായിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതെ ജ്യൂസർ ക്ലീൻ ചെയ്യാൻ പറ്റും. കണ്ടോ, വീണ്ടും അതുപോലെ അങ്ങനെ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ഉള്ള സംഭവങ്ങളെല്ലാം കുട്ടികളുള്ള വീടുകളിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇനിയിതേ അവർ രണ്ടുപേരുടെ മത്സരിച്ച് അതിനകത്ത് ഇങ്ങനെ വാട്ടർമെലൺ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിടാൻ അവർ തരത്തില്ല. ഞാൻ തന്നെ ചെയ്യാമെന്ന് പറയും. അങ്ങനെ 2 പേരും കൂടെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരുപോലെ ഒരേ സ്പീഡിൽ ഇങ്ങനെ അതിനകത്ത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജ്യൂസർ വളരെ സേഫായിട്ടുള്ള ഒന്നാണ് കേട്ടോ. കുട്ടികൾക്ക് നമ്മുടെ സാന്നിധ്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അവർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം കുറച്ച് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് ഉള്ളിലേക്ക് കൈ പോയാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബ്ലേഡല്ല അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു പ്രത്യേകതരം സംഭവമാണ്. അത് ഞാൻ കഴുകാൻ നേരത്തൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു ജ്യൂസർ ആയതുകൊണ്ട് നമ്മുടെ സാന്നിധ്യത്തിൽ അവർക്ക് ഇതുപോലെ നമ്മുടെ കൂടെ നിന്ന് അവർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇതുവരെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും എനിക്ക് കിട്ടി ലാസ്റ്റ് ഒരു പീസ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, കഴുകുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴുകിയെടുക്കാനുള്ള മടി കൊണ്ടാണ് പലപ്പോഴും നമ്മളിത് യൂസ് ചെയ്യാതെ വെക്കുന്നത്. പക്ഷേ കുട്ടികൾക്ക് ജ്യൂസ് തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. അവസാനം നമ്മൾ ജ്യൂസർ എടുത്ത് പോകും. അപ്പോൾ എന്തായാലും അത് കഴുകുന്നതിനിടയ്ക്ക് ഞാൻ ആ ബ്ലേഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബ്ലേഡെന്ന് പറയാനായിട്ടില്ല, അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് നന്നായി അരിഞ്ഞ് കിട്ടുന്നത്. ഒരു 90% ഓഫ് ജ്യൂസും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ഊരിയെടുക്കണം. നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് മുകളിലേക്ക് ഊരി വരും. കണ്ടോ, ആ ബ്ലേഡ് കണ്ടോ, അവിടെ ബ്ലേഡായിട്ടില്ല, പകരം ഇങ്ങനൊരു സംഭവമാണ് കേട്ടോ. അതിനകത്തൊരു ചെറിയ, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം, ചെറിയ തരത്തിലൊരു കണ്ടോ, ആ ഒരു ലൈൻസ് കണ്ടോ, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതാണ് നമ്മുടെ ബ്ലേഡ്. പിന്നെ അതിനുശേഷം ഞാൻ ഒന്ന് നടക്കാൻ പോയപ്പോഴും ഈ പൂ കണ്ടത് കേട്ടോ. ഈ പൂ ഞാൻ എപ്പോഴും വിചാരിക്കും, എൻ്റെ ഉയരം കണ്ടോ, എന്ത് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഒരു ചെറിയ ചെടിയായിരുന്നു, ഈ കൊണ്ടുവന്ന് വീട്ടിൽ നടാമായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ മാങ്ങ കണ്ടത്. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്തതാണ് കേട്ടോ. കുഞ്ഞായ ഉപ്പിലിട്ട് ഇങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ നിർത്താണ്.